ഫാമിലി ബെറ്റിൽ മത്സരാർത്ഥികൾ എല്ലാവരുടെയും കുടുംബം ഹൗസിലേക്ക് വന്നുവെങ്കിലും ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് വന്നത്. 4 വയസ്സുള്ള മകനെ ബിഗ് ബോസ് ടീം ഹൗസിലേക്ക് പ്രവേശിച്ചില്ല. അത് ബി പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി. ചില നിയമങ്ങൾ അനുസരിച്ചാണ് ലക്ഷ്മിയുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കയറ്റാതിരുന്നതെന്ന് അവതാരകൻ മോഹൻലാലും വ്യക്തമാക്കി. ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള വിവാഹമോചനം അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നതിലാണ് കുഞ്ഞിനെ ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് പ്രചരിച്ചപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് അനന്തപത്മനാഭൻ പ്രതികരിച്ച് എത്തിയിരുന്നു. താനും ലക്ഷ്മിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ലെന്നും കുഞ്ഞിനെ ഹൗസിൽ കയറ്റുന്നത് തനിക്ക് എതിർപ്പില്ലെന്നും ബിഗ് ബോസ് ടീമിനെ അറിയിച്ചതായും പറഞ്ഞു. എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് വെളിപ്പെടുത്തുകയാണ് മുൻ ബിഗ് ബോസ് താരം യൂട്യൂബറുമായ സായി കൃഷ്ണ. ഒപ്പം ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള കേസിന്റെ വിവരങ്ങളും അനന്തപത്മനെ അറിയാവുന്നതിനെക്കുറിച്ച് കമന്റുകളും സ്ക്രീൻഷോട്ടുകളും സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട വീഡിയോയിൽ പുറത്തുവിട്ടു. ഭർത്താവുമായി സെപ്പറേറ്റ് ആണെന്നും ഡിവോഴ്സിന് ഒരുങ്ങുകയാണെന്നും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് വേദലക്ഷ്മി തന്നെയാണ് പറഞ്ഞത്. ലൈവ് കണ്ടവർക്ക് അതറിയാം. മാത്രമല്ല ഹോട്ടൽ ടാസ്കിൽ ചലഞ്ചറായി ശോഭ എത്തിയപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തു വെച്ചതുകൊണ്ട് കുറച്ച് ലക്ഷ്മി പറയുന്നുണ്ട്. ശോഭ മത്സരയാർത്ഥിയായപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ കിട്ടിയ ഇൻഫർമേഷനാണ് തനിക്ക് ഉപകാരപ്പെട്ടതെന്നും ലക്ഷ്മി പറഞ്ഞു കേട്ടിരുന്നു. ഷോയിൽ വെച്ച് ഭർത്താവിനെക്കുറിച്ച് ലക്ഷ്മി സംസാരിച്ചിട്ടില്ല. സിംഗിൾ പേരന്റ് എന്ന നിലയിൽ മുന്നോട്ട് പോകുക എന്ന തരത്തിലാണ് സംസാരം മുഴുവൻ. ഷോയിലേക്ക് ആരെ എടുത്താലും അവരെക്കുറിച്ചും അവരുടെ ഭാഗമായ കേസുകളെക്കുറിച്ചുമെല്ലാം വിശദമായി ബിഗ് ബോസ് ടീം അന്വേഷിക്കും. വേദലക്ഷ്മിയുമായി കേസോ വഴക്കോ ഒന്നുമില്ലെന്ന് ഭർത്താവ് കസിൻ ബ്രദറും പറയുന്നത്. എന്നാൽ 2025 ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ 10/23 എന്ന നമ്പറിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതിക്കാരി ലക്ഷ്മിയാണ്. IPC 1860 ആക്ടിലാണ് കേസ് എടുത്തിരിക്കുന്നത്. മെയ് മാസം കൊടുത്തിരുന്ന കേസാണ്. പ്രതി ആവലക്കാരിയായ ജാതിമത പ്രകാരം 14/6/2020 തീയതിയിൽ വിവാഹം കഴിച്ച് പ്രതിക്കൊപ്പം മറ്റും താമസിച്ചിരുന്ന അമ്പലപ്പുഴ ആമയിടത്തുള്ള മാളികക്കൽ വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി താമസിച്ചു വരവെ ആവലക്കാരിയായ വിവാഹ സമ്മാനമായി ലഭിച്ച 58 പവൻ സ്വർണവും ടിയായുടെ മകന് ലഭിച്ച 10 പവൻ സ്വർണവും ഉൾപ്പെടെ 68 പവൻ സ്വർണവും രണ്ടാം പ്രതി കൈവശപ്പെടുത്തി. ഒന്നാം പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞ് 55,00,000 രൂപ ആവരുത്തിക്കാരിയുടെ പക്കൽ നിന്നും വാങ്ങിച്ചെടുത്തും കൂടാതെ പ്രതികൾ മാളിലേക്ക് വീട്ടിൽ വെച്ചും ഒന്നാം പ്രതിയുടെ UK വീട്ടിൽ വെച്ചും ആവലക്കാരിയെ ശാരീരികവും മാനസികമായി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും ഒന്നാം പ്രതിക്ക് UK പഠിക്കുന്നതിന് ആവലക്കാരി വീണ്ടും 15,00,000 രൂപ കൊടുത്ത് നൽകേണ്ടിയെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും എന്നൊക്കെ പറയുന്നത് ആരെയാണ് ലക്ഷ്മിയുടെ ഭർത്താവിന് നന്നായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വെറുതെ കേസില്ലെന്ന് പറയരുത്. വനിതാ കമ്മീഷനിലേക്ക് പോയ കേസിന്റെ വിവരം അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. ലണ്ടനിലുള്ള ലക്ഷ്മിയുടെ ഭർത്താവിന്റെ വിവരങ്ങളും കയ്യിലുണ്ട്. പുറത്തൊരു ബിഗ് ബോസ് കളിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതൊന്നും പരസ്യമായി പറയാത്തതെന്ന് സായി കൃഷ്ണ പറഞ്ഞു. അനന്തപത്മന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് അത് മനസ്സിലാക്കിയാണ് ലക്ഷ്മി ഡിവോഴ്സ് അപേക്ഷിച്ചതെന്നാണ് ഇരുവരെയും പരിചയമുള്ള കമന്റായി കുറിച്ചത്. 45 ലക്ഷത്തോളം രൂപ ലക്ഷ്മി നഷ്ടപരിഹാരമായി ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞുവെന്നും സായി കൃഷ്ണ പറഞ്ഞു.